ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജന്മാദ്യസ്യേതോന്യയാദിതരതശ്ചാത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർപ്പോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണാം കരുണയാഘ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിധി നാമിനി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. അതോടൊപ്പം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നലെ ഭാഗവതം പ്രഥമസ്കന്ധം 18-ാം അധ്യായം 3-ാം ശ്ലോകം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തുകയാണ് ചെയ്തത്. ഹരേ കൃഷ്ണ. നമ്മൾ കുറെ കാര്യങ്ങൾ അതേക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഭഗവാന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പരീക്ഷിത് മഹാരാജാവിനെ കർഷകൻ കടിക്കുന്ന കാര്യം പറഞ്ഞു ഭഗവാൻ. ശൃംഗിമുനി ശപിച്ചതും ഒന്നും പറഞ്ഞില്ല. നമ്മൾ അവിടെങ്ങും എത്തിയില്ല. ശൃംഗി ശപിച്ചപ്പം പരീക്ഷിത്ത് തിരിച്ചു ശപിച്ചില്ല എന്നൊക്കെ മാതാജി പറഞ്ഞു. അത് പറഞ്ഞു. നേരെ മറിച്ച് ജയമേനെ രാജ്യം ഏൽപ്പിച്ചിട്ട് ശാപനിമിത്തം എന്താണ് രാജ്യത്തെയും കുടുംബത്തെയും എല്ലാം മകനെ ഏൽപ്പിച്ചിട്ട് ഗംഗാതീരത്തെ എത്തിച്ചേർന്നു. സർവസംഘ പരിത്യാഗിയായി 7 ദിവസം കൊണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നു. അപ്പൊ പരമദിവ്യോത്തമ പുരുഷന്റെ നില എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നു അല്ലെ. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. എന്തിനാണ്? വിഷയാവിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർത്തൻ രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. എന്താണ് പരം ദൃഷ്ട്വാ നിവർത്തതേ എന്നതറിയാനാണ്, അപാരമായിട്ടുള്ളതിനെ കുറിച്ച് അറിയാനായിട്ട് അവിടെ എത്തിച്ചേർന്നു എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ കഥയിലേക്ക് മാതാജി പറഞ്ഞതുപോലെ ആ കഥയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിനുമുമ്പ് ഭഗവാന്റെ
സ്ഥാനം എന്താണ്, ഭഗവാൻ ആരാണ്, ഭഗവാന്റെ സ്ഥാനം എന്താണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക, ഭഗവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ് നൽകുന്നതിനാണ്, അറിവ് കിട്ടുന്നതിനാണ് അവിടെ ആര് ശ്രമിച്ചത്? സോറി, ആര് ശ്രമിച്ചത്? വിഷ്ണുരാധൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ പരീക്ഷിത് മഹാരാജാവ് ശ്രമിച്ചത്. അപ്പം പരം ദൃഷ്ട്വാ നിവർത്തതേ, ആ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്താണ് ആ ഒരു ബാക്കിയെല്ലാം ഉപേക്ഷിച്ചാലും ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്. പരമമായതിനെ എങ്ങനെ ദർശിക്കാൻ, എങ്ങനെയാണ് ദർശിക്കാൻ ഒരുവന് കഴിവുണ്ടാകുന്നത് എന്നതിനെ കുറിച്ച്. അപ്പൊ എല്ലാവിധ ഭൗതിക ബന്ധനങ്ങളെയും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവത് ശക്തിയുടെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞു. ഭഗവത് ശക്തി ഭൗതിക ശക്തിയേക്കാൾ ഉത്കൃഷ്ടമാണെന്ന് പറഞ്ഞു. ഭഗവാന്റെ 3 തരം ശക്തികൾ എന്തൊക്കെയാണ് അതൊന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞില്ല, നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. തടസ്ഥ ശക്തി. അതിലേറ്റവും ശ്രേഷ്ഠ ശക്തി ഏതാണ്? അന്തരംഗ ശക്തി. അന്തരംഗ ശക്തി ആരുടെ അധീനതയിലാണ്? ഭഗവാന്റെ, രാധാറാണിയുടെ. ഏൽപ്പിച്ചിരിക്കുന്നത് രാധാറാണിയെയാണ്. അപ്പൊ നമ്മള് ആ രാധാറാണിയുടെ അന്തരംഗ ശക്തിയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തൃണാദപി സുനിജേന തരോരപി സഹിഷ്ണിന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. അപ്പൊ നമ്മളെപ്പോഴും ഭഗവാന്റെ നാമം പറയുന്നതിൽ കൂടി നമ്മുടെ മനസ്സ് സ്വസ്ഥമായി മാറുകയും അങ്ങനെ ആ അന്തരംഗ ശക്തിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഏൽപ്പിക്കുന്നതിന് നമുക്ക് കഴിയുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ ആ അന്തരംഗ ശക്തിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരായി, നമുക്ക് പിന്നെ അവിടെ പ്രശ്നങ്ങളില്ല. നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് അന്തരംഗ ശക്തിയായി മാറും. അപ്പൊ ആ അന്തരംഗ ശക്തിയുടെ പ്രാധാന്യം അത് പിന്നീട് നമ്മളത്രയും പറഞ്ഞു നിർത്തി അല്ലേ. അപ്പൊ അവിടെ ശുകദേവ ഗോസ്വാമിയെ പോലൊരു ആത്മീയ ഗുരുവിന്റെ കൃപയാൽ ഭഗവാന്റെ പരമശക്തിയെ സംബന്ധിച്ച് സർവ്വതിനെ കുറിച്ചും പരമശക്തി മുഖേന അദ്ദേഹം ആവിഷ്കരിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും നാമ രൂപ ഗുണ രൂപങ്ങളെക്കുറിച്ചും ലീലകളെക്കുറിച്ചും പരിച്ഛേദങ്ങളെക്കുറിച്ചും അസംഖ്യ അവതാരങ്ങളെക്കുറിച്ചും എല്ലാം പൂർണ്ണമായി മനസ്സിലാക്കാൻ ആര് വേണം, ആര് തരണം? ഒരു ശുദ്ധ ഭക്തനിൽ നിന്ന് നമുക്ക് കിട്ടണം. ഒരു ശുദ്ധ ഭക്തനും ഒരു പണ്ഡിതനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ശുദ്ധഭക്തൻ ആരാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ആരാണ്? ഭഗവാനിൽ സമർപ്പിതനായിരിക്കും. സകലതും സമർപ്പിച്ച അതിനൊരു പേര് ഞാൻ പറഞ്ഞു, എന്താണ്? നാരായണ പരായണൻ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഒരു ശുദ്ധഭക്തൻ. പണ്ഡിതനോ ഭയങ്കര അറിവാണ്, അറിവ് ഭയങ്കരമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അതോടൊപ്പം അറിവിനോടൊപ്പം അവരിൽ എന്തുകൂടി ഉണ്ടാവും? അഹംഭാവം കൂടി ഉണ്ടാവും. നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിൽ കാണുന്നുണ്ട്. നമ്മുടെ മഹാപ്രഭു അവിടെ കുട്ടിയായിട്ട് കുറച്ച് പ്രായമായി വരുന്ന സമയത്ത് അദ്ദേഹം എന്ത് പഠിപ്പിക്കും? സംസ്കൃത ഗ്രാമർ പഠിപ്പിക്കുമായിരുന്നു. അതിൽ പണ്ഡിതനായിരുന്നു. എല്ലാവർക്കും സംസ്കൃത ഗ്രാമറിന്റെ ക്ലാസ് എടുക്കും. ആരെ കണ്ടാലും വിളിച്ചു നിർത്തി അതിന് ഏതെങ്കിലും ഒരു ശ്ലോകം പറഞ്ഞിട്ട് അതിന്റെ ഗ്രാമർ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. പലരും അദ്ദേഹത്തെ പേടിച്ച് മിണ്ടാതെ തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സമയത്താണ് കേശവ കാശ്മീരി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ അവിടെ വരുന്നു. അദ്ദേഹം വരുന്നെന്ന് കേട്ടപ്പോ തന്നെ എന്ത് ചെയ്തു? നവദ്വീപ് പണ്ടേ വളരെയധികം പണ്ഡിതന്മാരുടെ ഒരുപാട് അറിവുള്ളവരുള്ള സ്ഥലമായിരുന്നു. പക്ഷേ കേശവ കാശ്മീരിയെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പണ്ഡിതന്മാരൊക്കെ ആ സമയത്ത് ലീവ് എടുത്ത് വീട്ടിൽ പോയി ഇരിക്കുകയും പലരും സുഖമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ ഭയങ്കരമായ അഹന്ത അദ്ദേഹത്തിലുണ്ട്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ മാറിക്കൊടുത്തു. പക്ഷേ കുറച്ച് ഇവർ വന്നപ്പോ ഇവിടെ ആരുമില്ല. അപ്പൊ അവര് വിചാരിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കുട്ടിയുണ്ടല്ലോ, ആരെ? മഹാപ്രഭു. അന്ന് മഹാപ്രഭു ഒന്നും ആയിട്ടില്ല. മഹാപ്രഭു അവിടെ ഉണ്ടല്ലോ, ആ കുട്ടി നമുക്ക് ഏൽപ്പിക്കാം.
കാരണം അത് ഗ്രാമറൊക്കെ അറിയാമല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറയാൻ കഴിയുമല്ലോ അദ്ദേഹം. അഥവാ ആ കുട്ടി ആ കേശവകാശ്മീരിയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ആ നവദ്വീപിന്റെ അഭിമാനമായി മാറും. അഥവാ പരാജയപ്പെടുത്തിയില്ല, അവൻ പരാജയപ്പെടുകയാണെങ്കിൽ, മഹാപ്രഭു പരാജയപ്പെടുകയാണെങ്കിൽ, അന്ന് മഹാപ്രഭു ഒന്നും ആയില്ലല്ലോ, അപ്പൊ ആ ഒരു രീതിയിൽ അവിടെ എന്താണ്, കുട്ടിയെ പരാജയപ്പെടുത്തിയതേ ഉള്ളൂ, പ്രായമായുള്ളവരെയൊന്നും പരാജയപ്പെടുത്തിയില്ല എന്ന് നമുക്ക് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരെല്ലാം മാറുന്നു. അപ്പൊ കേശവകാശ്മീരി വരുന്നു, അവിടെ വന്നിട്ട് മഹാപ്രഭുവിനെ കാണുന്നു. മഹാപ്രഭുവിനോട് താന് കുറെ ഗ്രാമറൊക്കെ പഠിപ്പിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കുട്ടികളെയൊക്കെ ഗ്രാമർ പഠിപ്പിക്കുന്ന ആളാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് മഹാപ്രഭു ഒന്നും പറഞ്ഞില്ല. കുട്ടിയല്ലേ, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അവിടെ നിന്ന കൂട്ടത്തില്. അപ്പം സംസ്കൃതത്തിലെ വ്യാകരണത്തെക്കുറിച്ചും സംസ്കൃതം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതിനെ കുറിച്ചും അതിന്റെ അർത്ഥത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ച കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതെങ്കിലും ഗംഗാദേവിയെ സ്തുതിച്ചുകൊണ്ടൊരു ഭജന പാടിയാൽ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, ഗംഗാദേവിയെ സ്തുതിച്ചുകൊണ്ട് നിമിഷ നേരത്തിനുള്ളിൽ ഈ പണ്ഡിതൻ 100 ശ്ലോകങ്ങളിൽ രചിച്ചു. 100 ശ്ലോകങ്ങൾ രചിച്ചിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞ് 100 ശ്ലോകവും മഹാപ്രഭു കേട്ടു. നിമിഷ നേരത്തിനുള്ളിലാണ് 100 ശ്ലോകങ്ങളും രചിച്ചതും പറഞ്ഞതും. സരസ്വതീ ദേവിയുടെ അനുഗ്രഹം ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കേശവകാശ്മീരി. സരസ്വതീ ദേവി അങ്ങേയറ്റം ആരാധിക്കുന്ന ആളാണ്. അപ്പൊ എപ്പോഴും സരസ്വതിയുടെ അനുഗ്രഹം നാവിൽ ഇങ്ങനെ വിളയാടുകയും ചെയ്യും. അങ്ങനെ ഇതെല്ലാം രചിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ചോദിച്ചു, എന്തിനാ അതിനെക്കുറിച്ച് അതിന്റെ അർത്ഥം പറയാൻ പറഞ്ഞു. അപ്പൊ അർത്ഥം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം അങ്ങ് ഇത്രയും അങ്ങ് ഇത്രയും പണ്ഡിതനായിട്ടുള്ള ഞാനോ വെറും ഒരു കുട്ടി, അപ്പൊ എനിക്ക് എങ്ങനെ കഴിയും, എന്നാലും ഞാൻ അതിൽ ഒരെണ്ണം ശ്രമിക്കാമെന്ന് പറഞ്ഞ് 49ാമത്തെ ശ്ലോകം എടുത്തിട്ട് അതിനോട്ട് പറഞ്ഞിട്ട് അപ്പൊ ഇദ്ദേഹത്തിനൊന്ന് അതിശയമായി. ഞാൻ ഒരു സെക്കൻഡ് ഇല്ലാതാണ് 100 ശ്ലോകങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിനിടയ്ക്ക് ഇവൻ ഇതെങ്ങനെ ഓർത്തു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതിനെക്കുറിച്ച് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് ഈ കുട്ടി അങ്ങോട്ട് ഇടുകയാണ്. ഉടനെ അദ്ദേഹം ഇതിനെക്കുറിച്ച് അങ്ങോട്ട് വിശദീകരിക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി, എനിക്കിതൊക്കെ മനസ്സിലായി, എങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു തെറ്റും വരില്ല, ഞാൻ മുഴുവനും പൂർണ്ണമായി ത്യജിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, എന്നാ ഞാൻ അതേക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചോട്ടെ, അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച് അതേക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിലാണ് അതിന്റെ രചനയിലുള്ള തെറ്റുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം കേശവകാശ്മീരിക്ക് വളരെയധികം എന്തുണ്ടായി, എന്താണ് എന്നെ സരസ്വതി ദേവി ഉപേക്ഷിച്ചോ, സരസ്വതി ദേവിയെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെ എനിക്ക് തെറ്റുപറ്റി. അപ്പം അവിടെ തെറ്റുപറ്റിയത് ഭവാനിയുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഭവാനി, അപ്പൊ അവിടെ പറഞ്ഞപ്പോൾ 2 ഭർത്താവ് ഭവാനിക്കുണ്ടോ, പാർവതിക്ക് 2 ഭർത്താവുണ്ടോ എന്ന ചോദ്യം അവിടെ വരികയും ആ രചനയിലുണ്ടായ മിസ്റ്റേക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം സരസ്വതി ദേവിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയും സരസ്വതി ദേവി തന്നെ പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ ഒരു പണ്ഡിതനാണെന്നുള്ള ആ അഹന്ത അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അപ്പൊ പണ്ഡിതന്മാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ അഹന്ത ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഹരേ കൃഷ്ണ. നാമരൂപ ഗുണങ്ങളെക്കുറിച്ചും പരിച്ഛദങ്ങളെക്കുറിച്ചും എന്തൊക്കെയാണത്, ലീലകളെക്കുറിച്ചും, ലീലകൾ നമുക്കറിയാം, നാമം അറിയാം, ഗുണങ്ങളറിയാം, രൂപത്തെക്കുറിച്ചും അറിയാം. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പല അവതാര രൂപങ്ങളെ കുറിച്ച് ഭഗവാന്റെ നാമങ്ങൾ വളരെ പ്രശസ്തം, ഭഗവാന്റെ ഗുണങ്ങൾ ഒരു ഭാഗത്ത്, അതുപോലെ രൂപങ്ങളെ കുറിച്ച്, ലീലകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പരിച്ഛദങ്ങൾ എത്രയായിട്ടാണ് റിസർവോയറിൽ നിന്ന് വെള്ളം എങ്ങനെ ഒഴുകി വരുന്നോ അതുപോലെയാണ് അദ്ദേഹത്തിന്റെ അവതാരങ്ങൾ വന്ന് പ്രപഞ്ചത്തിൽ നിറയുന്നത് എന്നും. അപ്പൊ അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കുവാൻ പരമശക്തിയെക്കുറിച്ച് അഥവാ അനശ്വര ശക്തിയെക്കുറിച്ച് പൂർണ്ണമായും ഗ്രഹിക്കാത്ത ഒരുവനെ ആ മായാശക്തിയെ അതിൽ കടക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ള അടുത്ത് ഒരു ശുകദേവ ഗോസ്വാമിയെ പോലെ ഉള്ള ഒരു വ്യക്തി, അദ്ദേഹം ഇതിന്റെ കൃപയ്ക്ക് പാത്രമായി തീർന്നത് കൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവിന് ഇതെല്ലാം കഴിഞ്ഞതേ എന്ന് പറയുന്നു.
അപ്പൊ ഒരു ശുദ്ധഭക്തന്റെ കൃപയുണ്ടെങ്കിൽ നമുക്കിതിനെല്ലാം കഴിയുമെന്നും വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തവും, അപ്പം വേദങ്ങളിൽ പഠിച്ചുകൊണ്ട് പോയാലും അതിൽ നിന്ന് ഭഗവാനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയില്ല. എന്താണ്? ആത്മഭക്തന്മാർ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ശുകദേവ ഗോസ്വാമിയെ പോലെയുള്ള മുക്താത്മാക്കളിലായ ഭക്തരുടെ കൃപയുണ്ടെങ്കിൽ ഭഗവാനെ അറിയാൻ കഴിയും. ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയാ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. അപ്പൊ നാരായണ സ്മൃതി നമുക്ക് അന്ത്യത്തിൽ ഉണ്ടാകണമെങ്കിൽ, അതാണ് 2:1:6 പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ശുകദേവ ഗോസ്വാമിയെ പോലെയുള്ള ഒരു മുക്താത്മാവ് എന്ന് വെച്ചാൽ അതുപോലെ അല്പമെങ്കിലും അറിവുള്ള മുക്താത്മാക്കളെ സന്ധിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അന്തേ നാരായണ സ്മൃതി കിട്ടും. അത് എപ്പോഴും സാധ്യമാണോ എന്ന് ചോദിക്കും. പക്ഷെ ഇല്ലെങ്കിലും അങ്ങനെയുള്ള ആത്മാക്കളിൽ നിന്ന് ജ്ഞാനം നേടിയ ആൾക്കാരെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഹയസ്റ്റ് പെർഫെക്ഷൻ ഓഫ് കിട്ടുക എന്നുള്ളത് കംപ്ലീറ്റ് നോളജ് ഓഫ് മാറ്റർ ആൻഡ് സ്പിരിറ്റ് എന്ന് വെച്ചാൽ മാറ്ററിനെ കുറിച്ചും സ്പിരിറ്റിനെ കുറിച്ചും. നമ്മളെന്ന് പറയുന്നത് മാറ്ററും ഒരു വശത്തുണ്ട്, സ്പിരിറ്റും ഉണ്ട് നമ്മളിൽ. ഇത് രണ്ടും ഉണ്ട്. അപ്പൊ നമ്മളെ അത് മിസ്റ്റിക് യോഗ വഴിയോ അല്ലെങ്കിൽ എന്താണ് ഒക്കുപേഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടി വഴിയോ അല്ലെങ്കിൽ ജ്ഞാനം കുറച്ച് നേടിയത് കൊണ്ടോ നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ശുദ്ധഭക്തനെ കിട്ടണം. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏതാവൻ സാഖ്യയോഗാഭ്യാം, സാഖ്യയോഗം കൊണ്ടോ സ്വധർമ്മ പരിനിഷ്ഠ കൊണ്ടോ ജന്മലാഭ സുഹൃതം കൊണ്ടോ അങ്ങനെ ജന്മലാഭ പദപുംസ അങ്ങനെ അതുകൊണ്ട് ഒന്നും തന്നെ എനിക്ക് എന്താണ് ശരിക്കും ഒരു അറിവ് നേടി നമുക്ക് അന്തേ നാരായണ സ്മൃതിയിലെത്താൻ കഴിയില്ല. ആ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അന്തേ നാരായണ സ്മൃതിയാണ്. അപ്പൊ കംപ്ലീറ്റ് നോളജ് അല്ല, നമുക്ക് കംപ്ലീറ്റ് നോളജ് ഏറ്റവും ആവശ്യമാണ്. പക്ഷെ അതില്ലെങ്കിലും ശരി ഒരു ശുദ്ധഭക്തൻ നമ്മളെ അന്തേ നാരായണ സ്മൃതിയിലേക്ക് നയിക്കും എന്ന് 2:1:16 പറയുന്നുണ്ട്. അപ്പൊ ഇതേക്കുറിച്ച് ഇത്രയും പറഞ്ഞിട്ട് ആ ഓരോ കാര്യങ്ങളും നമുക്ക് ഭഗവാൻ ആരാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരിതാണ് നമ്മളിവിടെ കാണുന്നത്, ഈ ശ്ലോകത്തിൽ കൂടി നമ്മൾ കണ്ടത് എന്നുള്ളത്. ഏറ്റവും പ്രധാനമായതുകൊണ്ടാണ് ഞാനത് കുറച്ചുകൂടി എടുത്തു പറഞ്ഞത്. ഏത് ഒരു സമയവും നമുക്ക് വിട്ട് കളയാനില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണ്, എന്തിനു വേണ്ടിയാണ്? അന്തേ നാരായണ സ്മൃതി. അത് സാധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതെന്നിവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാവുന്നതാണ് അല്ലെ. ഹരി. നമ്മളെ ഏത് സമയത്ത് ഓർക്കേണ്ടതുണ്ട്, അന്തേ നാരായണ സ്മൃതി വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പം യഥാർത്ഥത്തിൽ മുകുന്ദമാലയിൽ കുലശേഖരാചാര്യ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൃഷ്ണ ത്വദീയ പദപങ്കജ പഞ്ചരാന്തം അദൈവമേ വിശദു മാനസരാജഹംസം പ്രാണപ്രയാണ സമയേ കഭവാദ വിത്തൗ കണ്ഠാവരോധന വിധൗ സ്മരണം കുതസ്തേ. കൃഷ്ണ, അങ്ങയുടെ പാദപങ്കജങ്ങൾ ആ പഞ്ചരാന്തം എന്റെ മനസ്സിൽ കിടന്ന് തുള്ളിക്കളിക്കേണ്ടതാണ്. അങ്ങനെ കളിക്കാത്ത പ്രധാനം ഞാന് ഇങ്ങനെ നാമം ജപിച്ച് തുള്ളിക്കളിക്കുക മീൻസ് ഏത് നേരത്തിലാണ്? ഭഗവാനെ അറിഞ്ഞുകൊണ്ട് നാമം ജപിക്കുക. അതാണ് നമ്മോട് ഉദ്ദേശിക്കുക. ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് നാമം ജപിക്കുക. കൃഷ്ണ ത്വദീയ പദപങ്കജ പഞ്ചരാന്തം അദ്ദൈവമേ വിശദു മാനസരാജഹംസം. എന്റെ മനസ്സാകുന്ന രാജഹംസത്തിൽ കിടന്ന് കളിക്കുന്നിടത്തോളം കാലം എനിക്ക് ഭഗവാനെ കിട്ടും അല്ലെ. അത് ഇങ്ങനെ ഇപ്പൊ ഓർത്തില്ലെങ്കിൽ ഞാൻ വയസ്സാവുകയാണ്. എനിക്ക് വയസ്സായി കഴിയുമ്പോൾ മരണം അടുത്തിരിക്കുന്ന സമയത്ത് കണ്ഠാവരോധന വിധവും സ്മരണം കുതസ്തേ. എന്റെ കണ്ടത്തിൽ എനിക്ക് ഇറങ്ങി പോകാൻ സമയത്ത് എന്റെ കണ്ടത്തിൽ വന്ന് കഫവും നിറഞ്ഞ് ഭഗവാനെ കുറിച്ച് വിളിക്കാനോ ഭഗവാനെ കുറിച്ച് ഓർക്കാനോ കഴിയാത്ത ഒരവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് അങ്ങേ ഓർക്കുക? അതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് മരണം കിട്ടിയാൽ ഞാൻ ഏറ്റവും ഭാഗ്യവാനാണെന്ന് അദ്ദേഹം പറയുന്നു. കാരണം എനിക്ക് ഇപ്പോഴാണെങ്കിൽ സ്മരണം കുതസ്തേ, എനിക്കിപ്പോൾ സ്മരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ആ ഭഗവാന്റെ പ്രാധാന്യമാണ്. കൃഷ്ണ ത്വദീയ പദപങ്കജ പഞ്ചരാന്തം അദൈവമേ വിശദു മാനസരാജഹംസം. എന്റെ മനസ്സിൽ കിടന്ന് ഇപ്പോൾ ആ നാമജപം തുള്ളിക്കളിക്കാൻ ഇടയാകണമേ എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. നോത്തമ ശ്ലോകവാർത്താനാം ജുഷതാം തത്കഥാമൃതം സ്യാൽ സംഭ്രമോന്തകാലേപി സ്മരതാം തത്പദാംബുജം. നോത്തമ ശ്ലോകവാർത്താനാം
യുഷതാം തത്കഥാമൃതം സ്യാൽ സംഭ്രമോന്തകാലേപി സ്മരതാം തത്പദാംബുജം. നിങ്ങളുടെ ഈ പുസ്തകം ഇപ്പൊ കാണുകയില്ലല്ലോ അല്ലേ? അപ്പൊ ന ഉത്തമ ശ്ലോക വാർത്ഥാന. നോത്തമ എന്ന് പറഞ്ഞാൽ ന ഉത്തമ. ന ഉത്തമ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. ഉത്തമ ശ്ലോകം എന്ന് വെച്ചാല് വേദമന്ത്രങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഉത്തമ ശ്ലോകൻ. അദ്ദേഹം വാർത്താന, അവയിൽ ജീവിക്കുന്ന ഭഗവാനിൽ തന്നെ ജീവിക്കുന്നവരെ കുറിച്ച്, ദ്യുഷത, അതിൽ വ്യാപൃതരായിരിക്കുന്നവരെ കുറിച്ച്, തത് അദ്ദേഹത്തിന്റെ കഥാമൃതം, അദ്ദേഹത്തെ സംബന്ധിച്ച അതീന്ദ്രിയ വിഷയങ്ങൾ, സ്യാത് അപ്രകാരം സംഭവിക്കുന്നു. സംഭ്രമ, സംഭ്രമത്തിലാകുക. അന്തേ, അന്തേന്ന് കേട്ടാൽ നമുക്കറിയാം അവസാനം. കാലേ, കാലഘട്ടത്തിൽ, അഭി സ്മരതാം, സ്മരിക്കുന്നു, തത് അദ്ദേഹത്തിന്റെ പാദാംബുജം. പാദാംബുജം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പാദങ്ങൾ. അവിടെ നോത്തമ ശ്ലോകവാർത്താനാം യുഷതാം തത്കഥാമൃതം സ്യാൽ സംഭ്രമോന്തകാലേപി സ്മരതാം തത്പദാംബുജം. പുസ്തകം ഉണ്ടോ വായിക്കാൻ നിങ്ങൾക്ക് കയ്യില്? വായിച്ചോളൂ, ഉണ്ട്, വായിച്ചോളൂ. ഉത്തമ ശ്ലോകവാർത്താനാം ദുഷതാം തത്കഥാമൃതം സംഭ്രമോന്തകാലേപി സ്മരതാം തത്പാദാംബുജം. ഹരേ കൃഷ്ണ. തത്പദാംബുജം മതി മാതാജി. നമ്മൾ മലയാളത്തിലാണ് പാദാംബുജം. സ്യാൽ സംഭ്രമോന്തകാലേപി, സംഭ്രമോ അന്തകാലേപി സ്മരതാ തത്പദാംബുജം. ന ഉത്തമ ശ്ലോകവാർത്താന, അവിടെ ഒന്നിച്ചു ചേർത്ത് പറയാൻ. നോത്തമ ശ്ലോകവാർത്താന ദ്യുഷതാം തത്കഥാമൃതം സ്യാൽ സംഭ്രമോന്തകാലേപി സ്മരതാം തത്പദാംബുജം. അപ്പം അതിന്റെ വിവർത്തനം, ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പട്ട് ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്, പ്രഭുപാദി കി ജയ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ കുറെ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞത് അതിനെ സംബന്ധിച്ചാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഇത് ഇപ്രകാരം എന്തെന്നാൽ, ഈ നടന്നത് ഇപ്രകാരം എന്തെന്നാൽ, ആരെയാണോ വേദഗ്രന്ഥങ്ങളിലെ ശ്രേഷ്ഠങ്ങളായ ശ്ലോകങ്ങളാൽ പ്രകീർത്തിക്കുന്നത്, വേദഗ്രന്ഥങ്ങളിൽ ആരെക്കുറിച്ചാണോ പ്രകീർത്തിച്ചിരിക്കുന്നത്, ആ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ സർവാതിശയവും ആത്മജ്ഞാനപരവും അതീന്ദ്രിയവുമായ വിഷയങ്ങളിൽ ആരൊക്കെ സ്വജീവിതം സമർപ്പിക്കുന്നു, ആരൊക്കെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിക്കുന്നതിൽ സദാ വ്യാപൃതരായിരിക്കുന്നു, ആരൊക്കെ ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ സംഭ്രമത്തിൽ അകപ്പെട്ട ആപത്ത് ക്ഷണിച്ചു വരുത്തുകയില്ല. അപ്പം ആരാണ് ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ സംഭ്രമം എന്ന് വെച്ചാൽ ശ്വാസം, നമ്മളെ മരണം പലതും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അല്ലെ? അവസാനം പോകുന്ന സമയത്ത് അവരുടെ ആ വലിവ് സമയം, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മറ്റൊന്നിനെ കുറിച്ചും ഓർക്കാതെ അന്ത്യനിമിഷങ്ങളിൽ ആപത്ത് ക്ഷണിച്ചു വരുത്തിയിട്ട് പലതിനെ കുറിച്ച് ഓർത്ത് എന്റെ സ്വത്തേ, എന്റെ വീടേ, എന്റെ മറ്റേതേ ഇതൊക്കെയുള്ള ചിന്തകളിൽ വെച്ചുകൊണ്ടിരിക്കുകയില്ല. കാരണം ആ സമയത്ത് എങ്ങനെയെങ്കിലും ഭഗവാനെ കുറിച്ച് ഓർക്കാൻ കഴിയണം. നമുക്ക് അതിനുള്ള ഒരു ട്രെയിനിങ് ആണ്. നമ്മളിപ്പോ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന 10ാം ക്ലാസ്സിലെ എക്സാം എഴുതാനുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ 1 തൊട്ട് 10 വരെ എടുക്കുന്നത് അല്ലെ? അപ്പൊ ആ ആദ്യം അക്ഷരം പഠിക്കുന്നു, അതിനെ കൂട്ടിച്ചേർത്ത് എഴുതാൻ പഠിക്കുന്നു, ഗ്രാമർ പഠിക്കുന്നു, സെന്റൻസസ് പഠിക്കുന്നു, അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കുന്നു ഇല്ലേ? അതുപോലെ ഇങ്ങനെ, അല്ലെങ്കിൽ ഡിജിറ്റ്സ് പഠിക്കുന്നു, മാർക്സ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ? ആ ഓരോ സബ്ട്രാക്ഷനും ഒക്കെ പഠിച്ചു പോകുന്നത് എന്തിനാണ്? അവസാനത്തിൽ ആ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് അതിനെ ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്താണ്, നമ്മൾ ഈ നാമജപമോ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെയും നമ്മൾ അന്ത്യനിമിഷത്തിലേക്കുള്ള ഒരു ആ സംഭ്രമത്തിൽ പെട്ടു പോകാതിരിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മൾ അതൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ നമ്മുടെ മക്കൾക്ക് വേണ്ടി സമ്പത്ത് വാങ്ങിച്ചു വെക്കാം, എത്ര വീട് വെച്ച് വെക്കാം, അല്ലെങ്കിൽ എത്ര കാർ വാങ്ങിക്കാൻ കഴിയും നമുക്ക്, അല്ലെങ്കിൽ എന്തെല്ലാം നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും, ഇതിനെ ഓർത്താണ് നമ്മൾ സാധാരണ ഇരിക്കാറുള്ളത്. അങ്ങനെയുള്ളവർക്ക് അന്തേ നാരായണ സ്മൃതി കിട്ടുകയില്ല. അന്തേ നാരായണ സ്മൃതി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സംഭ്രമത്തിൽ അകപ്പെടാതെ ഇരിക്കണം എന്നുള്ളതാണ്. ജീവിതാന്ത്യ വേളയിൽ ഭഗവാന്റെ അതീന്ദ്രിയ ഗുണസ്മരണത്തിലൂടെയാണ് ഒരുവൻ ജീവിതത്തിന്റെ പരിപൂർണത പ്രാപ്തമാക്കേണ്ടത്.
അപ്പം എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഇപ്പം പരീക്ഷിത് മഹാരാജാവിന് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, നമുക്ക് ഭാഗവതം കിട്ടണം, നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു കലിയുഗത്തിലെ ജനങ്ങൾ അങ്ങനെ കലിയുഗത്തിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. അപ്പൊ കലിയുഗത്തിലെ ജനങ്ങൾക്ക് അറിവ് നൽകുന്നതിന് വേണ്ടിയാണ് ഇത് കൂടുതലും ഇപ്രകാരം പറയുന്നത്. അപ്പം ആ ഒരു രീതി എങ്ങനെ നമ്മൾ ജീവിക്കണം, പരമപരിപൂർണതയിലേക്ക് എങ്ങനെ നമുക്ക് കടക്കാൻ കഴിയും. അപ്പം ഗുരുശിഷ്യ പരമ്പരയിൽപ്പെട്ട മഹാത്മാക്കളെ വേദമന്ത്രങ്ങളിലൂടെ ഭഗവത് ഗുണങ്ങളെ പ്രകീർത്തിക്കുന്നത് നമുക്കറിയാം. അങ്ങനെ ജീവിതത്തിന്റെ പരിപൂർണത സാധ്യമാക്കുന്നതിന് ഭഗവാന്റെ യഥാർത്ഥ രീതിയിലെ ഗുണങ്ങളെ അഭ്യസിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തെല്ലാം ആയാലും ശരി, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി എടുക്കാത്തവർക്ക് ഒരിക്കലും പോകുന്ന അവസരത്തിൽ നാരായണ സ്മൃതി കിട്ടുകയില്ല എന്നുള്ളതിനുള്ള ഒരിതാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു മാനസിക ഊഹാഭവക്കാരിൽ നിന്നും വേദമന്ത്രങ്ങൾ ശ്രവിക്കുന്നത് കൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടാകില്ല. അതേ വേദമന്ത്രങ്ങൾ ആത്മാർത്ഥമായി ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തിയിൽ നിന്ന് സെയിം ആയിരിക്കും. അപ്പൊ വേദമന്ത്രം സെയിം ആയിരിക്കും, പക്ഷെ അത് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയിൽ നിന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രായാധിക്യം മൂലം ശരീരത്തിൽ കോശസ്തരങ്ങൾക്ക് താളം തെറ്റുമ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയില്ല, ഓർമ്മശക്തിക്ക് കോട്ടം സംഭവിക്കുന്നു. അപ്പൊ ശാസ്ത്രീയമായ സംവിധാനത്തിലൂടെ ശാസ്ത്രീയ സംയോജനത്തിലൂടെ ജീവിതാന്ത്യ നിമിഷത്തിൽ ഭഗവാനെ സ്മരിക്കാൻ ഒരുവന് കഴിയുമാറ്. അപ്പൊ എന്താണ് നമ്മൾ ശാസ്ത്രീയമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കണം. ഇപ്പം നമുക്ക് എന്താണ് കുലശേഖര ആൾവാര് പറഞ്ഞത് എന്താണ്? കൃഷ്ണത്വദീയ പദപങ്കജ വഞ്ചരാന്തം ദൈവമേ വിശദ മാനസരാജഹംസം പ്രാണപ്രയാണ സമയേ കഫവാദവിത്തൗ കണ്ഠാവരോധന വിധൗ സ്മരണം കുതസ് എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് നമുക്ക് പറ്റില്ല, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? നമ്മളിത് തുടർന്ന് വരിക. ശാസ്ത്രീയമായി നമ്മളിത് പഠിച്ചു വരുന്നവർക്ക് ഇതിങ്ങനെ ഹാബിറ്റായി മനസ്സിൽ വന്നു പോകും എന്നുള്ളതാണ്. അത് നമ്മള് ഭഗവാനെ സ്മരിക്കാൻ നമുക്ക് കഴിയും, നമ്മൾ ഈ രീതിയിൽ പോയാൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ നമ്മള് ജലധര ശശിവർണവും ഗോപവേഷവും കിഷോരവും സഹചരഗണവൃന്ദേ ക്രീഡമാണവും ജേശവും അങ്ങനെ നിൽക്കുന്ന ആ ഭഗവാനെ, നമ്മൾ ആ ജലധര ശശിവർണത്തിൽ നിൽക്കുന്ന ഭഗവാനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഇട്ട് ലാളിച്ചു കൊണ്ടിരുന്ന എന്താ ചെയ്യേ നാമജപം, അതാണ് നമുക്ക് പ്രധാനമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് വേണ്ട രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ അന്ത്യനിമിഷത്തിൽ അതേ നാരായണ സ്മൃതി വരും. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പം മരണസമയത്ത് കാര്യങ്ങൾ അതേപടി സ്മരിക്കുക എന്നത് അത്യന്തം വിഷമകരമാണ്. എന്നാൽ ഭഗവാന്റെയും അദ്ദേഹത്തിന്റെ ഉത്തമ വിശ്വാസന യോഗ്യനായ ആത്മാർത്ഥ ഭക്തരുടെയും ആത്മീയ ആചാര്യന്മാരുടെയും കൃപയാലും അനുഗ്രഹത്താലും യാതൊരു പ്രയാസവും കൂടാതെ ഈ സൗകര്യം അനുകൂലമായി നമ്മൾക്ക് ലഭിക്കും. അപ്പം ഭക്തരുടെയും ഭഗവാന്റെയും ആത്മീയാചാര്യന്റെയും കൃപ ഇതിനെ സാധ്യമാക്കി തീർക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തൊക്കെ നമുക്ക് കിട്ടണം? ആത്മീയാചാര്യന്റെ കൃപ നമ്മളിൽ ഉണ്ടാകണം, അതുപോലെ ഭഗവാന്റെ കാരുണ്യം നമ്മിൽ ഉണ്ടാകണം, ഭക്തരുടെ കാരുണ്യവും നമ്മളിൽ ഉണ്ടാകണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെച്ച് പുലർത്തണം. നമ്മളെപ്പോഴും അതിൽ ശ്രദ്ധാലുക്കളാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പോയിപ്പെടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. നമ്മൾ ഭഗവാനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എന്താണ്, ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ഇത്. അപ്പം മനുഷ്യജീവിതം കിട്ടാൻ വളരെ പ്രയാസമാണ് എന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദുർലഭോ മാനുഷോ ദേഹേ ദേഹിനാം ക്ഷണഭങ്കുരഹ, എപ്പോ വേണേലും അത് നഷ്ടപ്പെടാവുന്നതാണ്. തത്രാഹി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം എന്ന് വെച്ചാല് എന്താണ്? മനുഷ്യദേഹം നമുക്ക് ദുർലഭമായി കിട്ടിയിട്ടുള്ളതാണ്. ആ കിട്ടിയിട്ടുള്ള ദുർലഭമായിട്ടുള്ള ഈ മനുഷ്യ ജീവിതത്തിൽ മാത്രമേ നമുക്കൊരു ഒരു യഥാർത്ഥ വൈകുണ്ഠനെ കണ്ടെത്താൻ കഴിയൂ. വൈകുണ്ഠത്തെ കുറിച്ച് അറിയുന്നവരെ കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ നമ്മളെ ശ്രമിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വരീതം ഉമാൻ ഭവാബ്ദിം നരതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ കിട്ടിയിരിക്കുന്ന ഈ ശരീരം? ഇത് നമ്മൾ ഉപയോഗശൂന്യമാക്കി കളയല്ലേ എന്നാണ് ഇവിടെ പറയുന്നത്. മനുഷ്യ ശരീരം കിട്ടുന്നത് വളരെ അപൂർവമായുള്ള നേട്ടമാണ്. ആ ഒരു മനുഷ്യ ശരീരം കിട്ടിയത്
മനുഷ്യ ശരീരത്തെ ഒരു വഞ്ചിയോടാണ് ഇവിടെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു വഞ്ചിയോട് താരതമ്യച്ചിട്ട് ഗുരുവാണ് നമ്മുടെ ഈ വഞ്ചിയുടെ കപ്പിത്താനായി നിൽക്കേണ്ടതെന്നും ഭഗവാൻ അനുകൂലമായ കാറ്റ് അയച്ചു തരും എന്ന് വെച്ചാൽ ഭഗവാനെ കുറിച്ചുള്ള സ്മരണ ചെയ്യുന്നതിന് വേദങ്ങളും മറ്റും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഭൗതികാസ്തിത്വത്തെ തരണം ചെയ്തിട്ട് എല്ലാ സൗകര്യം നൽകിയിട്ടുള്ള ആ ഈ പ്രപഞ്ചത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ നമ്മളെ ഉപയോഗിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്നിവിടെ പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു, ആനുകൂല്യസ്യ സങ്കല്പ പ്രാതികൂലസ്യ വർധനം രക്ഷത്യതി വിശ്വാസോ വക്തൃത്വേ ഭരണം തഥാ. പിന്നെയോ ആത്മനിക്ഷേപ കാർപ്പണ്യേ ഷഡ്വിധാ ശരണാഗതി. അപ്പൊ ആ ഷഡ്വിധാ ശരണാഗതി നമ്മൾ നേടാൻ തയ്യാറാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ശരീരം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി എന്ന് പറയാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ അതിന് തയ്യാറാകുന്നില്ല, നമുക്കതിന് മനസ്സ് വരാത്തതാണ് നമുക്ക് തിരിച്ചു പോകാൻ കഴിയാതെ ഇവിടെ നിൽക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനെ പ്രത്യേകം മനസ്സിലാക്കണം. ഭക്തിയെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. തദീയ ഭക്തിയുമുണ്ട്, മമതാഭക്തിയുമുണ്ട്. അത് പ്രത്യേകം ഓർക്കണ്ട. തദീയ ഭക്തി, മമതാഭക്തി രണ്ട് തരത്തിലുണ്ട്. തദീയ ഭക്തിയിൽ ഞാൻ കൃഷ്ണന്റേതാണ് എന്ന ചിന്താഗതി വരുമ്പോ അത് തദീയ ഭക്തിയാണ്. ഞാൻ ഭഗവാന്റേതാണ് എന്ന ചിന്താഗതി, ഞാൻ അവിടുത്തേതാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം അവിടത്തേക്ക് വേണ്ടിയാണ്. അപ്പൊ ദാസനായി ഭഗവാന്റെ സേവ ചെയ്യാൻ തയ്യാറാകുന്നതാണ് തദീയ ഭക്തി എന്ന് പറയുന്നത്. ഞാൻ അങ്ങേതടേതാണേ. നമ്മൾ ചുമ്മാതാണെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും അല്ല, യഥാർത്ഥത്തിൽ നമ്മൾ ആ രീതിയിലൊന്നും അല്ല, ഉള്ളവരും അല്ല. പക്ഷേ എന്നാലും നമ്മൾ പറയും ഞാൻ ഭഗവാന്റേതാണേ, ഞാൻ ചെയ്യുന്നതൊക്കെ അവിടുത്തേതാണേ, സർവം എന്താണ് കൃഷ്ണാർപ്പണമസ്തു. ഇതൊക്കെ പറഞ്ഞല്ലേ നമ്മൾ ജീവിച്ചു കൊണ്ടുപോകുന്നത്, കള്ളമാ പറയുന്നത്. എന്നിരുന്നാലും ശരി, നമ്മള് സർവം കൃഷ്ണാർപ്പണമസ്തു, അതിനകത്ത് 1% പോലും സത്യം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മളെല്ലാം അർപ്പിച്ചിരിക്കുന്ന ആർക്കാണ്? നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലുമാണ്, അല്ലെ? അപ്പൊ നമ്മൾ കള്ളമാ പറയുന്നതെങ്കിലും അത് പറഞ്ഞു ആ കള്ളത്തിൽ നിന്ന് എന്ത് സത്യത്തിലേക്ക് വരാനുള്ള ഒരിത് നമ്മള് നേടിയെടുക്കും. ഞാൻ കൃഷ്ണന്റേതാണേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരും ഉണ്ട്. ഞാൻ അവിടുത്തേതാണ്, കൃഷ്ണൻ എന്റേതാണ്. അപ്പൊ ആ ഒരു രീതിയല്ലാതെ തദീയ ഭക്തി. ഇനി മമതാഭക്തി വരുമ്പോഴത്തേക്കോ അതോ മമതാഭക്തി വരുമ്പോൾ എന്താണ്? കൃഷ്ണൻ എന്റേതാണ്, എന്റേതാണ് കൃഷ്ണൻ, എന്റെ സ്വന്തമാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഒരു പൊസസീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ കൃഷ്ണനിൽ നേടിയെടുക്കുന്നതിനെയാണ് എന്താണ് മമതാഭക്തി എന്ന് പറയുന്നത്. അത് ആർക്കാണുള്ളത്? മമതാഭക്തി ആർക്കൊക്കെ ഉണ്ടായിരുന്നു? കൃഷ്ണൻ കൃഷ്ണൻ എന്റേതാണ് എന്ന് പറഞ്ഞത് ആരാണ്? യശോദാമ്മയ്ക്ക് പ്രത്യേകിച്ചല്ലേ. ദേവകി ദേവിക്ക് അത്രയും അറിഞ്ഞില്ല അല്ലെ. അപ്പം യശോദാമ്മയും ഗോപികമാരും രാധാറാണിയോ കൃഷ്ണൻ എന്റേതാണ് എന്നുള്ള ആ ഒരിത്. അപ്പൊ എന്റെ സ്വന്തമാണ് കൃഷ്ണൻ. അങ്ങനെ കൃഷ്ണനിൽ ഒരു പൊസസീവ് ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ കൃഷ്ണന് വിട്ടുപോകാൻ കഴിയയില്ല. അതാണ് ആ ഒരു ബ്ലാങ്ക് ചെക്കിൽ കൃഷ്ണൻ ഒപ്പിട്ട് തരും. നമ്മൾക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ട് ഒപ്പിട്ട് കൊടുക്കുന്നത് പോലെ കൃഷ്ണൻ നമുക്കൊരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് തരുന്നത് പോലെയാണത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ആ മമത, എന്റെ സ്വന്തമാണ് കൃഷ്ണൻ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ കൃഷ്ണൻ നമ്മളെ വിട്ടുപോകാൻ കഴിയില്ല. എല്ലാം ചെയ്യത് അവിടെയാണ് ആ ഒരിത്. എന്നാ ചോദിക്കും, നിങ്ങളിപ്പോൾ എന്താണ് ഗോപികമാരെ വിട്ടുപോയില്ലേ എന്ന് ചോദിക്കാം. ഗോപിമാരെ വിട്ടുപോയിട്ടില്ല, ഒരിക്കലും കൃഷ്ണൻ വിട്ടുപോയിട്ടില്ല. കൃഷ്ണൻ അവിടുന്ന് പോകുന്നത് ആരാണ്? വാസുദേവ ഭാവമാണ് അവിടുന്ന് പോകുന്നത്. കൃഷ്ണ ഒത്തിലും സംഘർഷൻ പ്രത്യുപ്തൻ അനിരുദ്ധൻ അതൊക്കെ നിങ്ങൾ പഠിച്ചു. ആ ഭാവത്തിൽ കൃഷ്ണ ഭഗവാൻ ഒരിക്കലും വൃന്ദാവനം വിട്ട് പോയിട്ടില്ല. കൃഷ്ണ ഭഗവാൻ എന്നും വൃന്ദാവനത്തിലുണ്ടായിരുന്നു. അവിടുന്ന് പോകുന്നത് ആരാണ്? വാസുദേവ ഭാവമാണ് ഈ മധുരയിലേക്ക് പോകുന്നതും അതുപോലെ ദ്വാരകയിലേക്ക് പോകുന്നതും ഈ എല്ലാവരെയും വധിക്കുന്നതും. കൃഷ്ണൻ അവിടെ തന്നെ ഉണ്ട്, ഗോപികമാരോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ ഭഗവാൻ ആരാണ്, പ്രകൃതി ആരാണ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഭഗവാനെ സ്മരിക്കുന്ന പക്ഷം നമുക്ക് തീർച്ചയായും നമ്മളെ കൊണ്ടുപോകാതെ ഇരിക്കാൻ കഴിയില്ല. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടോ, മഹാപ്രഭു പറയുന്നുണ്ട്, വാസുദേവ ദത്തയ്ക്ക് വേണ്ടി തീരെഴുതിയതാണ് എൻ്റെ ഈ ശരീരം.
വാസുദേവദത്തയ്ക്ക് എന്നെ വിൽക്കാനും കഴിയും, വാങ്ങാനും കഴിയും, എല്ലാം കഴിയും. ഒരു ഭക്തനെ കുറിച്ച് പറയുകയാണ്. വളരെ ശരിയായ ഒരു ഭക്തനെ കുറിച്ച് ആര് പറയുക? ചൈതന്യ മഹാപ്രഭു പറയാണ്, വസുദേവദത്തയ്ക്ക് തീരെഴുതി കൊടുത്തിരിക്കുക ഈ ശരീരം, അദ്ദേഹത്തിന് എന്ത് വേണേലും എന്റെ ശരീരം കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ചൈതന്യ ചരിതാമൃതം പഠിക്കുമ്പം, ശുദ്ധ ഭക്തരെ കുറിച്ച് പഠിക്കുമ്പം നമുക്ക് അറിയാം. ആദ്യമായിട്ട് ഭാഗവതത്തിൽ ഏത് ശ്ലോകമാണ് നമ്മൾ പഠിച്ചത്? നമ്മളിപ്പോ ഇതെല്ലാം കഴിഞ്ഞതാണ്. ഏതൊക്കെ ശ്ലോകം ആദ്യമായിട്ട് പഠിച്ചത്? ഏത് ശ്ലോകമാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കൃഷ്ണനെ സ്മരിക്കുന്ന ശ്ലോകം ആരാണ് പറഞ്ഞത്? ഏത് ശ്ലോകമാണ്? എന്തോ പറയൂ. വാസുദേവ പരംദേവു വാസുദേവ അല്ല, ആദ്യമായിട്ട് കൃഷ്ണ എന്താണ് ആ ബ്രഹ്മാസ്ത്രം വരുന്ന സമയത്ത് അർജുനൻ സ്മരിക്കുകയാണ്. അർജുനനാണ് ആദ്യമായിട്ട് 1:22 എന്താണ്? കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാമഭയങ്കര, അല്ലേ? ആ ഒരു കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം അല്ല കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കരം ത്വമേകോ ദഹ്യമാനാനാം. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ, ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അഭയങ്കരോ സംസ്കൃതി എന്നോ ഏതാണ്ടാണ്. അപ്പൊ ആ ഒരു ശ്ലോകമാണ് ആദ്യമായിട്ട് കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർപ്പോ അസി സംസ്കൃതി. അങ്ങനെയാണ്. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ശ്ലോകമാണ്. ആദ്യമായിട്ട് ഭാഗവതത്തിൽ വരുന്ന പ്രത്യേക ശ്ലോകമാണ്. 1:22 തോന്നുന്നു. അർജുനനാണ് പറയുന്നത്. ബ്രഹ്മാസ്ത്രം വരുന്ന സമയത്ത് നമ്മൾ കയറി, അർജുനന് എല്ലാ കഴിവുമുണ്ട്, അർജുനന് വേണമെങ്കിൽ അതിനെ സംഹരിക്കാനുള്ള കഴിവുമുണ്ട്. കയറി അങ്ങ് സംഹരിക്കുകയല്ല ചെയ്തത്, ഭഗവാനോട് ചോദിക്കുകയാണ്, കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര, അങ്ങ് മാത്രമാണ് ത്വമേകോ ദഹ്യമാനാനാം അപവർപ്പോസി സംസ്കൃതി. ആ അപവർപ്പത്തിൽ എന്താണ് ഇതിനെ എല്ലാം തരണം ചെയ്യാൻ അങ്ങയ്ക്കാണ് കഴിവുള്ളത്. അപ്പൊ നമ്മൾ എഴുന്നേൽക്കുമ്പോ പറയാവുന്ന ഒരു ശ്ലോകമാണിത്. രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റിരിക്കുമ്പോ നമ്മൾ പറയണം, കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർപ്പോ അസി സംസ്കൃതി. അതുപോലെ വേറൊരു ശ്ലോകമുണ്ട്, അതുപോലെ പറയേണ്ടത്, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യന്തഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ആര് പറയുന്നതാ? ഉത്തര പറയുന്നത്. ഓടിച്ചെല്ലുക, കൃഷ്ണന്റെ അടുത്തോട്ട് ഓടിച്ചെല്ലുകയാണ് ഇത് പറഞ്ഞുകൊണ്ട്, അല്ലേ? അപ്പൊ ഈ ആദ്യത്തെ ശ്ലോകം കൃഷ്ണ കൃഷ്ണ മഹാബാഹോ എന്നുള്ളതാണ്. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർപ്പോസി സംസ്കൃതി. ആ ശ്ലോകം 5-6 ശ്ലോകം അവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ ശ്ലോകമാണ് ഞാൻ പറഞ്ഞത്. ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പരം മായാം യുധസ്യ ചിശക്തിയാ കൈവല്യേ സ്ഥിത ആത്മനി. അടുത്ത ശ്ലോകം, സർവസൃഷ്ടികളിലും വ്യാപിച്ചിരിക്കുന്ന പരമദിവ്യോത്തമ കൃഷ്ണൻ മായാശക്തിക്ക് അതീതനാണ് അങ്ങ് ഭൗതിക ശക്തിയുടെ പരിണാമങ്ങളോ എല്ലാം ആട്ടിക്കളഞ്ഞിട്ട് അങ്ങനെ സ്വീകരിക്കൂ. അങ്ങേ സദാ പരമാനന്ദത്തിൽ നിർവികൽപ്പമായി നിൽക്കുന്ന ആളാണ് എന്ന് പറയുന്ന ശ്ലോകം. അങ്ങനെ അവിടെ 6-7 ശ്ലോകങ്ങളുണ്ട്. അതിലെ ആദ്യത്തേത് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നത് കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താന. അപ്പൊ നമ്മൾ ഇത്രയും ഇന്ന് ഞാൻ രാവിലെ പറയുന്നതാണ്, എന്നിട്ട് പോലും എനിക്കിപ്പോ അത് ഇടയ്ക്ക് വെച്ച് കിട്ടാതെ വന്നു. അപ്പൊ അതാണ് നമ്മളെപ്പോഴും അതിൽ സ്മരിക്കുന്നവർക്കേ അത് കിട്ടുകയുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുന്തി പ്രയർ. ഇപ്പൊ മാതാജി പറഞ്ഞില്ലേ കുന്തി പ്രയറിനെ കുറിച്ച്. കുന്തി പ്രയർ പിന്നീടാണ് വരുന്നത്. ഇത് 1:7 ഇത് വരുന്നത്. അത് ആ ഊഹാപോഹങ്ങളോ ഒക്കെ വെച്ച് നോക്കാതെ നമ്മളെ തദീയ ഭക്തിയിലേക്കൊന്നും പോകാൻ നമുക്കായിട്ടില്ല. അമതാഭക്തിയിലേക്ക് പോകാനും നമ്മളൊന്നും ആയിട്ടില്ല. അവിടെ എനിക്ക് ഭഗവാനുമായിട്ടാണ് യഥാർത്ഥ ബന്ധമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാമം ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മള് ജീവിച്ച് ഭഗവാനിലേക്ക് എത്താൻ ശ്രമിക്കുക. ഒരു മനുഷ്യജന്മം നിർദേഹമാത്യം സുലഭം സുദുർലഭം. ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം നമുക്ക് കിട്ടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ച് ആനുകൂല്യം പരീക്ഷിത് മഹാരാജാവിന്റെ കാര്യത്തിൽ ഭഗവാന്റെയും ഭക്തന്റെയും ആത്മീയാചാര്യന്റെയും കൃപ അത് സാധ്യമാക്കി തീർത്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്.
താവത്കലിർന പ്രഭവേത് പ്രവിഷ്ടോ വിഹ സർവതഃ യാവദീശോ മഹാൻ. അപ്പൊ യാവദീശോ മഹാൻ ഉർവ്യാം അഭിമന്യവ ഏകരാട്. ഉർവ്യാം അഭിമന്യവ ഏകരാട്, അങ്ങനല്ലേ എന്റെ പുസ്തകത്തിൽ, അത് ക്ലിയർ അല്ല. ഇപ്പം താവത്കലിർന പ്രഭവേത് പ്രവിഷ്ടോ വിഹ സർവതഃ യാവദീശോ മഹാനുർവ്യാം അഭിമന്യവ ഏകരാട്. താവത് എന്ന് വെച്ചാൽ ഒരുപാട് കാലത്തേക്ക്. കലിസത്വം, ന ഇല്ല എന്നുള്ള അർത്ഥം. പ്രഭവേദേ പുഷ്ടിപ്പെടുക, പ്രവിഷ്ട നുഴഞ്ഞു കയറി, അഭി എന്നിരുന്നാലും, ഇഹ ഇവിടെ, സർവദ സർവസ്ഥലങ്ങളിലും, യാവത് അത്രയും കാലം, ഈശഹ ഭഗവാൻ, മഹാൻ ശ്രേഷ്ഠമായിട്ടുള്ളത്, ഉർവ്യാം അതിശക്തനായ, അഭിമന്യവ അഭിമന്യുവിന്റെ പുത്രൻ, ഏകരാട് ഏക സാമ്രാട്ട്, ഏക ചക്രവർത്തി എന്നുള്ളതാണ്. അപ്പൊ താവത് കലിർന, താവത് കലിഹി ന പ്രഭവേത് പ്രവിഷ്ട അഭി ഇഹ സർവത യാവത് ഈശ മഹാൻ ഉർവ്യാം അഭിമന്യവ ഏകരാട്. ഇത്രയും വാക്കുകളാണുള്ളത്. താവത് കലിർന പ്രഭവേത് പ്രവിഷ്ടോ വിഹ സർവതഃ യാവദീശോ മഹാൻ ഉർവ്യാം അഭിമന്യവ ഏകരാട്. വിവർത്തനം. ശ്രേഷ്ഠനും അതിശക്തനുമായ അഭിമന്യു പുത്രൻ ഭൂമിയിൽ ചക്രവർത്തിയായി വാണരുളുന്ന കാലത്തോളം കളിസത്വത്തിന് ഭൂമിയിൽ തഴച്ചു വളരാൻ സാധ്യമല്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കും. കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഗുരുഭ്യോ നമഃ. താവത്കലിർന പ്രഭവേത് പ്രവിഷ്ടോ ബീഹ സർവതഃ യാവദീശോ മഹാനുർവ്യോ അഭിമന്യേവ ഏകരാട്. കൃഷ്ണമതി. മഹാനുർവ്യാം അഭിമന്യവ ഏകരാട്. മഹാനുർവ്യാം അഭിമന്യവ ഏകരാട്. ഒരാളുടെ വായിച്ചോളൂ അത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ വായിച്ചു. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകാഞ്ച താവത്കലിർന പ്രഭവേത് പ്രവിഷ്ടോ വീഹ സർവദാ യാവദീശോ മഹാനുർവ്യാ അഭിമന്യവ ഏകരാട്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ശ്രേഷ്ഠനും അതിശക്തിനുമായ അഭിമന്യുപുത്രൻ ഭൂമിയിൽ ചക്രവർത്തിയായി വാണരുളുന്ന കാലത്തോളം കലിസത്വത്തിന് ഭൂമിയിൽ തഴച്ചു വളരാൻ കഴിയില്ല, സാധ്യമല്ല. നമ്മളെ അഭിമന്യുവിനെ എന്റെ പുത്രനാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടതാണ്. നമ്മൾ നേരത്തെ വിശദമാക്കിയതുപോലെ കലിസത്വം വളരെ മുമ്പ് തന്നെ ഭൂമിയുടെ അധികാര പദവിയിൽ നുഴഞ്ഞു കയറി കഴിഞ്ഞിരുന്നു. പരീക്ഷിത് മഹാരാജാവിന്റെ സാന്നിധ്യത്തിൽ അതിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഒരു സത്ഭരണം നടത്തുന്നിടത്ത് ഒരു നമ്മൾ പറയത്തില്ലേ ദുർഭൂതങ്ങളെന്നും അത് പ്രകൃതിയിലെ നല്ല ശക്തി ഉള്ളപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ശക്തിയും പ്രകൃതിയിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചീത്തയായിട്ടുള്ള എന്ന് വെച്ചാൽ മോശമായിട്ടുള്ള, നല്ലതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ശക്തികൾക്ക് അത് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഭരണകർത്താവ് വളരെ മോശമായിരിക്കണം. ഭരണകർത്താവ് നല്ലതായിട്ട് നിൽക്കുന്ന ഒരിടത്ത്, അപ്പം അങ്ങനെയുള്ള ഒരിടത്ത് ഒരു ദുരാത്മാക്കൾക്ക് കടന്നു വരാൻ കഴിയയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സദ്ഭരണം ഉള്ളിടത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോകും. അവിടെ യാതൊരു പരാജയവും ഉണ്ടാകുകയില്ല, ദുർഭൂതങ്ങളൊന്നും അവിടെ വന്നെത്തുകയില്ല. അപ്പം ചിത്രശക്തികൾ, കലിസത്വത്തെ പോലെയുള്ള ചിത്രശക്തികൾ സദാ അവരുടെ ദ്രോഹപരമായ പ്രവൃത്തികൾ പരമാവധി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ കലിയുഗത്തിന് അങ്ങനെയാണ്. കലിയുഗത്തിൽ അത് പ്രവർത്തിപ്പിക്കുന്നതിന് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെ തടുക്കുക എന്നത് ഉത്തമ ഭരണകൂടത്തിന്റെ കർത്തവ്യമാണ്. അപ്പൊ അങ്ങനെ പരീക്ഷിത് മഹാരാജാവ് കലിസത്വത്തിന് വസിക്കാൻ കൊടുത്ത സ്ഥലങ്ങൾ നമുക്കറിയാം. 5 സ്ഥലങ്ങളാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ 4 സ്ഥലങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് 5ാമത്തെ സ്ഥലം കൂടി കൊടുത്തിരുന്നു. അങ്ങനെ കലിസത്വത്തെ ഒരു തരത്തിലും തഴച്ചു വളരാൻ പരീക്ഷിത് മഹാരാജാവെ അനുവദിച്ചില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മള് ഓരോ പരീക്ഷിത് മഹാരാജാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ കലിയുഗത്തിൽ
ഏതെല്ലാം രീതിയിൽ അതിന്റെ കരികാലത്തിന്റെ ആ ഒരു എന്താണ് ദുർഘടമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇപ്പൊ നമുക്ക് കലിയുഗം തുടങ്ങി 5000 വർഷം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? 42,500 അത്രയും വർഷങ്ങളാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ഇത് അവസാനിക്കുമ്പോൾ എന്തായിരിക്കുമെന്ന് ഭാഗവതം പറയുന്നുണ്ട്. അവസാനമാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുമെന്നൊക്കെ. അപ്പൊ ഈ കലിയുഗത്തിൽ എന്തും നടക്കാം. നമ്മുടെ മനസ്സിൽ കൃഷ്ണചിന്ത ഉണ്ടാക്കി എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അല്ലാതെ നമുക്ക് വേറൊരു രീതിയിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. അപ്പം നമുക്ക് ഒരു സാധ്യവും സാധനയും നമ്മൾ ഉണ്ടാകണം. സാധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യമുണ്ടാകണം. സാധന എന്ന് പറഞ്ഞാൽ അതിനുള്ള മാർഗം അറിഞ്ഞിരിക്കണം. നമ്മള് 3 രീതിയിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് പറയാൻ സംബന്ധ, ആഭിധേയ, പ്രയോജന അല്ലെ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് ഈ സാധ്യവും ലക്ഷ്യവും എന്ന് രണ്ടായി തിരിക്കുന്നത്. സാധ്യം എന്ന് പറയുന്നത് സാധ്യവും സാധനയും എന്ന് രണ്ടായി തിരിക്കുന്നത്. സാധ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്, സാധന എന്ന് പറയുമ്പോൾ അതിനുള്ള മാർഗം എന്താണ്. ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മളെ ഭഗവാനെ അറിയിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ആ സാധ്യത്തിൽ കൂടി ആ ലക്ഷ്യത്തിൽ വേണ്ടി പല മാർഗങ്ങളും നമ്മളെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇത് തന്നെയാണ് സംബന്ധ, ആഭിധേയ, പ്രയോജന. സംബന്ധ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൊ നമ്മളെ ഭഗവാനെ കുറിച്ച് അറിവ് നേടാനുള്ള ആഗ്രഹം നമ്മളിലേക്ക് വരുന്നു അല്ലെ? അതിന് എന്തെല്ലാം കാര്യങ്ങൾ, ഏതെല്ലാം രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു, അവിടെ സാധന വന്നു. ആഭിധേയ വന്നു. പ്രയോജനം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തന്നെ പല രീതിയിൽ നമ്മൾ അതിന് ശ്രമിക്കുന്നുണ്ട്. ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷ്ണനെ മനസ്സിലാക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഭക്തി, സംബന്ധ, ആഭിധേയ, പ്രയോജന ഇത് 3 നേടാനുള്ള മാർഗം. അതിനെ രണ്ടായി തിരിക്കുമ്പോൾ നമ്മൾ അതിനെ സാധനയെന്നും സാധ്യമെന്നും പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ ശരീരം കിട്ടി വന്നു. ഈ കിട്ടിയ മനുഷ്യ ശരീരത്തിന്റെ നമ്മൾ ഏതെല്ലാം രീതിയിൽ നമ്മുടെ സാധ്യം എന്താണ്? സാധ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ എന്തെല്ലാം മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ ഒരുപാട് 108 പുരാണങ്ങളുണ്ട്, 18 പുരാണങ്ങളുണ്ട്, 108 ഉപനിഷത്തുക്കളുണ്ട്, 4 വേദങ്ങളുണ്ട്, ആരണ്യകങ്ങളുണ്ട്, പിന്നെന്താണ് മനുസംഹിതയുണ്ട്. പിന്നെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമുക്കില്ല. ഇതൊന്നും പഠിച്ചെടുക്കാൻ നമുക്ക് അതിനുള്ള ബുദ്ധിയൊന്നും നമുക്ക് ഇന്നില്ല. അതിനെ മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ചില വേദങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്യും അല്ലെ? അപ്പൊ നമ്മളിവിടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പം കേട്ടതാണ്, വേദങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പൊ ആ വേദങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തത് കൊണ്ടും അതിന്റെ നോളജ് നമ്മളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു പോകും. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ശ്രീനാരദര് ഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? യഥാതരോർമൂല നിഷേചനേന തൃപ്യന്തി തസ്കന്ധ ഭുജോഭശാഖ പ്രാണോപഹാരാശ്ചൈതേന്ദ്രിയാണാം എന്താണ് തഥൈവ സർവാർഹണമച്യുതേജ്യ. അപ്പം യഥാതരോർമൂല നിഷേചനേന, മരത്തിന്റെ വേരുകൾ നനയ്ക്കുന്നത് കൊണ്ട് അതിന്റെ വേരുകൾ നനച്ചാൽ മതി, അതിന്റെ കൊമ്പുകളും അതിന്റെ ഇലകളും ഒക്കെ പുഷ്ടിപ്പെടും. അല്ലാതെ നമ്മൾ ഓരോ ഇലയിലും വെള്ളം കൊണ്ടൊഴിക്കുന്നില്ല, ഓരോ കൊമ്പിലും വെള്ളം കൊണ്ടൊഴിക്കുന്നില്ല. അതുപോലെ നമ്മുടെ ജഠരാഗ്നിയുടെ രൂപത്തിലുള്ള നമ്മുടെ ഈ പ്രാണനെ, നമ്മളിലുള്ള പ്രാണനെ അപ്പൊ അതിനെ ഊട്ടുന്നത് കൊണ്ട് നമ്മൾ എവിടെ ആഹാരം കൊടുക്കും? നമ്മുടെ വയറ്റിനാണ് ആഹാരം കൊടുക്കുന്നത്. അല്ലാതെ കയ്യിലോട്ട് കൊണ്ട് അല്പം ആഹാരം വെച്ചു കൊടുക്കുന്നില്ല, കാല് കൊണ്ട് വെച്ചു കൊടുക്കുന്നില്ല. അല്ലെ, തലമുക്ക് ആഹാരം കൊടുക്കുമ്പോൾ അത് ശരീരത്തെ ആകെ പുഷ്ടിപ്പെടുത്തുന്നു അല്ലെ? അതുപോലെ എന്ന് വെച്ചാൽ 2 എക്സാമ്പിൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. മരത്തിന്റെ വേരുകളിൽ വെള്ളം ഒഴിച്ചാൽ എന്ത് പുഷ്ടിപ്പെടും? ആ ഇലകളും കമ്പും എല്ലാം പുഷ്ടിപ്പെടും. അതുപോലെ വയറ്റിലേക്ക് ആഹാരം കൊടുത്താൽ നമ്മുടെ കൈകളും കാലുകളും എല്ലാം പുഷ്ടിപ്പെടുന്നത് പോലെ ആ സർവാത്മാവായ ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ സർവജീവികളും തൃപ്തിപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാതരോർമൂല നിഷേചനേന തൃപ്യന്തി തസ്കന്ധ ഭുജോപശാഖ പ്രാണോപഹാരാശ്ചൈതേന്ദ്രിയാണാം തഥൈവ സർവാർഹണമച്യുതേജ്യ. അപ്പൊ അങ്ങനെ ആ ഒരു അച്യുതൻ പുഷ്ടിപ്പെട്ടാൽ, അച്യുതൻ ഇഷ്ടപ്പെട്ടാൽ, അച്യുതന് സന്തോഷം തോന്നിയാൽ സർവ്വജീവജാലങ്ങളും, അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ അവിടെയും ഇവിടെയും പോയി അലയേണ്ട കാര്യമില്ല. നമ്മൾ അച്യുതനെ പ്രീതിപ്പെടുത്തിയാൽ സർവ്വതും
സന്തോഷകരമായി തീരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം, ശ്ലോകം 6. യസ്മിന്നഹ്നിയർഹ്യേവ ഭഗവാൻ ഉത്സസർജഗാം തദൈവേഹാനിവൃത്തോ സാവധർമ്മ പ്രഭവകലി. യസ്മിന്നഹ്നിയർഹ്യേവ ഭഗവാൻ ഉത്സസർജഗാം തദൈവേഹാനുവൃത്തോ സാവധർമ്മ പ്രഭവകലി. യസ്മിൻ അഹനി എന്ന് വെച്ചാൽ ആ ദിവസം തന്നെ, അഹനി എന്ന് വെച്ചാൽ ആ ദിവസം തന്നെ, യർഹിയേവ ആ നിമിഷത്തിൽ, ഭഗവാൻ തന്നെ ഉത്സസർജ ഉപേക്ഷിച്ചു, ഗാം ഭൂമി, തഥാ ആ വേളയിൽ, ഏവ നിശ്ചയമായും, ഇഹ ഈ ലോകത്തിൽ, അനുവൃത്ത തുടർന്നു പോന്നു, അസൗ അവൻ, അധർമ്മ അധർമ്മം, പ്രഭവ എന്ന് വെച്ചാൽ പ്രഭവിക്കുന്നു, ഉണ്ടാകുന്നു, കലിസത്വം. അപ്പം യസ്മിൻ അഹനി, ഭഗവാൻ ഇവിടെ നിന്ന് പോയ അവസരത്തിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യസ്മിൻ അഹനി യർഹിയേവ ഭഗവാൻ ഉത്സസർജഗ തദൈവേഹാനുവൃത്തോ സാവധർമ്മ പ്രഭവ കലിഹി. യസ്മിൻ അഹനി യർഹി ഏവ ഭഗവാൻ ഉത്സസർജഗാം തദൈവ, തഥാ ഏവയാണ് തദൈവ എന്ന് പറയുന്നത്. തഥാ ഏവ ഇഹ അനുവൃത്തോ അസൗ അധർമ്മ പ്രഭവ കരിഹി. ശ്ലോകം വായിക്കാമോ? വായിച്ചോളൂ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്മിന്നഹനിഹർഹേവ ഭഗവാൻ സസർജഗാം തദൈവേഹാനുവൃത്തോ സാവധർമ്മ പ്രഭവ കലി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം, ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്. പരമദിവ്യോത്തമ കൃഷ്ണനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമി ഉപേക്ഷിച്ച് യാത്രയായ ആ ദിവസം അടുത്ത ക്ഷണത്തിൽ തന്നെ എല്ലാവിധ അധാർമിക പ്രവർത്തനങ്ങളെയും ദുരിതപ്പെടുത്തുന്ന കലിസത്വം ഈ പ്രപഞ്ചത്തിൽ ആഗതനായി. ഭഗവാൻ ഇവിടുന്ന് പോയ നിമിഷം തന്നെ കലിസത്വം ഇവിടെ വന്നു എന്നുള്ളതാണ്. ഭഗവാനെ ഇവിടെ നിന്ന് വിടാൻ നോക്കിയിരിക്കുമായിരുന്നു, കലിസത്വം വരാനെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ അദ്ദേഹത്തിന്റെ ദിവ്യനാമങ്ങള്, ഗുണങ്ങൾ മുതലായവ എല്ലാം അനന്യങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ സാന്നിധ്യം മൂലം കലിസത്വത്തിന് കടന്നു വരാൻ പറ്റുമായിരുന്നില്ല. അതുപോലെ ഭഗവാന്റെ ദിവ്യനാമങ്ങളും ഗുണങ്ങളും ഇതെല്ലാം നിരന്തരം നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മളെ ഈ കലിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കലിസത്വത്തിന് പ്രവേശിക്കാനുള്ള ഒരു അവസരം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. നമ്മൾ അത്രയും ശ്രദ്ധാലുക്കളായി നമ്മൾ വഴക്കിടാതെയും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഭഗവാന്റെ നാമരൂപത്തിൽ, നമ്മൾ നാമത്തിലും ഗുണത്തിലും ലീലയിലും നമ്മുടെ മനസ്സിനെ ശ്രമിപ്പിച്ചുകൊണ്ട്, നമ്മൾ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴാകാം, അല്ലെങ്കിൽ പുരുഷന്മാർ വേറെ വർക്കിൽ ഏർപ്പെടുമ്പോഴാകാം, എപ്പോഴും നമ്മളെ ആ മനസ്സിനെ അലയാൻ വിടാതെ അവിടെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ നമ്മൾ കിട്ടുകയും അങ്ങനെ കലിസത്വത്തിന് വലിയ പ്രാധാന്യം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി നമ്മള് കുറേ സപ്തതരംഗങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് പകരം നമ്മൾ ഭഗവത്ഗീതയിലേക്കും ഭാഗവതത്തിലേക്കും ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത്, ഇന്ന് നമ്മൾ എന്താണ് നോക്കിയത്, നമ്മുടെ അന്ത്യനിമിഷത്തിൽ നമ്മൾ എന്താണ് പറയേണ്ടത്, അവിടെ എത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുക. ലോകത്തിൽ ധർമാനുശാസനങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. അങ്ങനെ ലോകത്തുടനീളം അഴിമതി തുടച്ചു നീക്കാൻ ഭരണാധികാരികൾ അതിന് കാരണമായി തീരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭഗവത് സേവനത്തിനായി ഓരോ നിമിഷവും എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഭഗവത് സേവനത്തിനായി സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ട് അത് ഭഗവാനിൽ എത്തിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കലിക്ക് വന്ന് നമ്മളെ വലുതായി ഉപദ്രവിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇന്നലെ പ്രഭു ആരാണോ എന്നോട് ചോദ്യം ചോദിച്ചിരുന്നു, എന്താണ് പരീക്ഷിത് മഹാരാജാവിനെ ഇത്രയും അന്ത്യത്തിൽ ഇങ്ങനെ ഒരു അന്ത്യമാണല്ലോ ഉണ്ടായത് എന്നുള്ളത്. അപ്പൊ ഭക്തന്മാർക്ക് ഉണ്ടാകുന്ന ഇതിനെ കുറിച്ചാണ് ചോദിച്ചത്. ആ പ്രഭു ഇന്നുണ്ടോ? ആരാണ് ചോദിച്ചിരുന്നത്? ഹരേ കൃഷ്ണ. എന്തായിരുന്നു പ്രഭുവിന്റെ ക്വസ്റ്റ്യൻ? മാതാജി ഹരേ കൃഷ്ണ. മാതാജി രണ്ടർപ്പണം. ഞാൻ ചോദിച്ചത് ഇതായിരുന്നു, ഇത്രയും ഭക്തനും എല്ലാമായ ഭഗവാന്റെ ദർശനം കിട്ടിയ ആളാണ് പരീക്ഷിത് മഹാരാജാവ്.
അപ്പൊ നമുക്കൊരു നമ്മുടെ ഈ ലോകത്തേക്ക് അതൊരു സന്ദേശം, എന്ത് സന്ദേശമാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. കാരണം ഇത്രയും ഭക്തനായ ഒരാൾക്ക് സർപ്പദർശനം മരിക്കുന്നത്. അപ്പം ബാക്കി അതുകൊണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. കാരണം എന്നാലും അത് ഒന്നുകൂടെ വിശദീകരിച്ചു തരാൻ ഞാൻ ആഗ്രഹിച്ചത് അപ്പൊ കൊണ്ടാണ്. നമുക്കുള്ള ഒരു മെസ്സേജ് എന്തോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താണെന്ന് നമ്മൾ ഒരുപാട് പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മളിലുണ്ട്. നമ്മൾ ഇവിടെ വരുമ്പം നമുക്ക് ആ പ്രാരബ്ധകർമ്മം എല്ലാം തന്നയക്കത്തില്ല. ഭഗവാൻ ഒരു ഭാഗം നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിക്കാമോ ചെയ്യാമോ ആ കർമ്മം കൊടുത്താണ് നമ്മളെ ഇങ്ങോട്ട് വിടുന്നത്. മുഴുവൻ നമുക്ക് തരുന്നില്ല. നമുക്ക് മുഴുവൻ തന്നാൽ നമുക്ക് ജീവിച്ചു പോകാനേ പറ്റത്തില്ല. അങ്ങനെയാണ് കോടിക്കണക്കിന് ജന്മങ്ങളായി നമ്മൾ പ്രാരബ്ധ കർമ്മങ്ങളും കൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ആ പ്രാരബ്ധ കർമ്മങ്ങളിൽ ആ തന്നയിച്ചിരിക്കുന്ന പ്രാരബ്ധ കർമ്മത്തെ എങ്കിലും നമ്മൾ തീർത്തിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകാൻ, അല്ലെ? ബാക്കിയൊക്കെ ഭഗവാൻ അത് ക്യാൻസലാക്കി തരും. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മള് ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തിട്ടേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അതിന് കൃഷ്ണൻ ഒന്നും ഇത് നിൽക്കത്തില്ല. കൃഷ്ണൻ വിചാരിച്ച പറ്റും. ഖട്വാങ്കനെന്ന ധരണീശന് കാണുകൊരു മുഹൂർത്തേണ മോക്ഷഗതി കൊടുത്തു, അല്ലെ? പക്ഷേ ഇവിടെ അത് എന്ത് ചെയ്യുന്നു? അത്രയും എളുപ്പം പക്ഷെ അനുഭവിക്കണം എന്നുള്ളതും അത് ഒരു മെസ്സേജാണ്. അപ്പൊ ആ അനുഭവിക്കുന്നതിന് വേഗത്തിൽ നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള ഭക്തന്മാർ. കാരണം അവര് എളുപ്പം, അവർക്കതൊരു ഭാരമായിട്ട് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ വൃത്രാസുരനാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ പരീക്ഷിത് മഹാരാജാവാണെങ്കിലോ എനിക്കതിനെ തിരിച്ച് ശപിച്ചിട്ട് എനിക്കതിൽ നിന്ന് വിജയം നേടേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? എനിക്ക് തിരിച്ചു പോകാനുള്ള ഒരു മാർഗം കിട്ടി എന്നറിഞ്ഞുകൊണ്ട് ഒരു ഭക്തൻ അതിനെ സ്വീകരിക്കുന്നു, നല്ലതായി സ്വീകരിക്കുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഭഗവാൻ തന്ന കൃപയാണ്. ഭഗവാൻ എന്നെ വിളിച്ചു കൊണ്ടുപോകാൻ. എന്റെ പ്രാരബ്ധ കർമ്മങ്ങളെ ഇവിടെ തീർത്തുകൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്നു. ആ രീതിയിൽ പരീക്ഷിത് മഹാരാജാവ് അതിനെ കണ്ടു. അതുകൊണ്ടാണ് അതിനെ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചു നാളുകൂടി ഇവിടെ താമസിക്കണം, എന്റെ രാജ്യം നോക്കി നടത്തണം, ഞാൻ ഇത്രയേ ആയുള്ളൂ എന്ന രീതിയിലൊന്നും അദ്ദേഹം കണ്ടില്ല. അപ്പൊ പ്രാരബ്ധ കർമ്മങ്ങളെ തീർത്തിട്ട് ഭഗവാനിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരിതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രാരബ്ധ കർമ്മമുണ്ട്. ആ പ്രാരബ്ധ കർമ്മങ്ങളെ തീർക്കാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയുകയില്ല. അത് നമുക്ക് ഒരു ജന്മത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പ്രാരബ്ധ കർമ്മങ്ങളെ ഭഗവാൻ സുസാധ്യമാക്കി എളുപ്പം അത് തീർത്തിട്ട് ഇങ്ങനെയുള്ള ശുദ്ധഭക്തരെ തിരിച്ചു വിളിക്കുകയാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ കൂടി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ.